നിനക്ക് കഴിവില്ലെന്ന് പറയുന്നത് തന്നെ. അയ്യോ ഞാൻ വേഗം മാറ്റി തരാം, എനിക്ക് കുറച്ച് തരണേ, ഞാൻ ഇപ്പൊ വേഗം മാറ്റി തരാം, എനിക്ക് കുറച്ച് തരണേ, ഞാൻ വേഗം മാറ്റി തരാം, ഇപ്പൊ കുറച്ച് തരാവേ എന്ന് പറഞ്ഞിട്ട് കടയിലൊക്കെയാണ് തീറ്റ വരുന്നാളെ. വെക്കേഷൻ ആയിട്ടൊരു ഗ്യാങ് മറ്റേ ടർഫ് വരെ ഇതാക്കിട്ട് ഇറങ്ങിപ്പോയി. നിനക്കെന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ട്? നിനക്കെന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ട്? നിനക്കെന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ട്? നിനക്കെന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ട്? കണ്ട ഗ്യാങ്ങിൽ നക്കി കയറിയല്ലോ നീ. കണ്ട ഗ്യാങ്ങിൽ നക്കി കയറിയല്ലോ നീ. നക്കി കയറിയ കേസ് പറ. നീ എന്ത് പറയും? എന്ത് പറയും? നീ പറയടാ, നീ പറ. എന്ത് പറയും? നീ എന്ത് പറയും? പറ. എന്ത് ഒരു വാറോലി? ഞാൻ വാറളിച്ച് നീ കണ്ട? ഞാൻ വാറല്ലേ നീ കണ്ട? നീ കണ്ട ഞാൻ വാറളിച്ചില്ലെന്ന്? ഞാൻ വാറളിച്ച നീ കണ്ട? ഞാൻ വാറളിച്ച നീ കണ്ട? ഞാൻ വാറളിച്ചിട്ടുണ്ടല്ലോടാ. നീ എണ്ണം പറ. ഞാൻ വാറളിച്ചിട്ടുണ്ടല്ലോടാ. ഞാൻ വാറളിച്ചിട്ടുണ്ടല്ലോടാ. നീ കണ്ട ഞാൻ വാറളിക്കാത്ത? പ്രീവാറിൽ പോലും നിന്നെ ഇറക്കാം. നീ കണ്ട ഞാൻ പ്രീവാറ് കളിക്കാത്ത? നീ പോയിട്ട് അത് കാണ്. നീ അത് പോയി കണ്ട്. ഞാൻ പ്രീവാറ് കളിക്കാതെ നീ പോയി കാണും. നീ പോയി കാണും. നീ പ്രീവാറ് കളിക്കാതെ നീ പോയി കാണും. ഞാൻ പ്രീവാറ് കളി. ഞാൻ പ്രീവാറിൽ പിറ്റർ നിന്റെ പെട്രോൾ മീറ്റർ മൊണ്ണ് ഞാനാണ് അടുത്ത. നിന്റെ പെട്രോൾ മീറ്റർ മൊണ്ണ് ഞാനാണ് അടുത്ത. നിന്റെ പെട്രോൾ മീറ്റർ മറ്റേ മൊണ്ണ് ഞാനാണ് അടുത്തൊക്കെ ചെവി കേട്ടൂടെ മൊണ്ണെ? നിന്റെ താമസിപ്പിനെ വെച്ച് ഞാനാണ് പ്രീവാറിന്. നിന്റെ താമസിപ്പിനെ വെച്ച് ഞാനാണ് മൊണ്ണെ പ്രീവാറിന്റെ. നിനക്ക് വേറെ എന്തൊക്കെ കേൾക്കണം? നിനക്ക് വേറെ എന്തൊക്കെ കേൾക്കണം? നിന്റെ ഡാമ് പൊട്ടൻ. നിന്റെ ഡാമ് പൊട്ടൻ. നിന്റെ ഊത്ത ബീപ്പിനെ ഞാൻ അടിച്ചേ പ്രീവാറിന്. നിന്റെ ഊത്ത ബീപ്പിനെ ഞാൻ അടിച്ചു. എന്റെ ഊത്ത അവർ ഡിക്കില്ലാത്തവരെ ഊത്ത ബീപ്പിനെ അവനടിച്ച് ഞാൻ. എന്തേ നിനക്ക് വേറെ എന്തൊക്കെ വേണം? നിനക്കില്ലേ? നിനക്ക് സാധനം ഇല്ലേ? കണ്ട വണ്ടിയുടെ കാര്യം പിടിച്ചോണ്ടിരിക്കുക. എന്നിട്ട് ഊത്തുവെപ്പിന് വണ്ടി പിടിച്ചാൽ കളിക്കണം. അപ്പൊ എന്ത് അവിടെ മറ്റേ ഹോളൊന്നും പിടിച്ചെനിക്ക് കണ്ട ഹോളിലൊക്കെ കണ്ട ഹോളൊന്നും പിടിച്ച് എനിക്ക് ഹോളിനകത്ത് മറ്റേ കൈയിട്ടൊക്കെ എനിക്ക് വയ്യ. കണ്ട ഹോളിൽ നിന്ന് കൈയിട്ടൊക്കെ എനിക്ക് സൗകര്യം ഇല്ല. കണ്ട ഹോളിൽ കൈയിട്ടൊക്കെ നീ അത് ഹോളർച്ച് ചെയ്യടാ കണ്ടി. മറ്റേ പാമ്പും പാലവും ഇട്ട് കാണിച്ചിട്ടോ മറ്റേ സാധനം പിടിച്ചോക്കെ. പാമ്പും പാലൊക്കെ അടച്ചു കണ്ടി. ഞാൻ ജയിക്കാണ്ട് അങ്ങോട്ട് മാറിയിട്ട് പൂഞ്ച്. കഴിവില്ലാത്ത സേഫ് കയറി ഒളിച്ചിരിക്കല്ലേ? കഴിവില്ലാത്ത സേഫ് കയറി ഒളിച്ചിരിക്കില്ല. സേഫ് സോൺ പുറത്തിറക്കാൻ ധൈര്യമുണ്ടെങ്കിൽ സേഫ് സോണിൽ പുറത്തിറക്കാൻ ധൈര്യമുണ്ടെങ്കിൽ കണ്ടി. പുറത്തിറക്കാൻ കണ്ടി ധൈര്യമുണ്ടെങ്കിൽ ഞാൻ ആരാ? നീ സിറ്റിസണായിട്ട് നീ കൊണാനിക്കാണല്ലോ. പുറത്തിറങ്ങി ആരെ കണ്ടി? പുറത്തിറങ്ങടാ കുറച്ചിട്ട് പുറത്തിറങ്ങാ. അവന് വലിയ സാധനം വെച്ചോടാ കേട്ടോ. ആ പീപ്പി വേണം സാധനം വെച്ചോടാ കേട്ടോ. അവന് വലിയ സാധനം വെച്ചോടാ കേട്ടോ. കേട്ടോ എടാ നീ സിറ്റിസൺ ആണോ? നീ പോ സിറ്റിസൺ ആണുങ്ങളൊക്കെ പോ ഇവിടുന്ന്. നീ പോകാ. കേട്ടാ വേണം നിന്റെ ഊത്തിന് കൊടുക്ക് പോയിട്ട്. ഊത്തിന് കടിക്കാൻ കൊടുക്കും. ഊത്തിന് കടിക്കാൻ കൊടുക്കാം. കടിക്കാൻ കൊടുക്ക. ഊത്തിന്റെ പേര് കറക്റ്റ് പേരെന്ന് എനിക്കറിയോ? ഊത്തിന്റെ കറക്റ്റ് പേര് എനിക്കറിയൂടെ. അവയുടെ കണ്ടി അവയിലേത് കണ്ടി കണ്ടി ഇവൻ ഗ്യാങ്ങിലുണ്ട്. ഇവൻ ഗ്യാങ്ങിലുണ്ടെന്നാണ് എന്റെ ഒരു ഇത്. അവന്റെ എന്ത് വയലിട്ടുണ്ടായിരുന്നു? ഞാൻ ടീഫോഡിഷൻ ഇല്ലെന്നാണ് എന്റെ ഒരു ഇത്. നീ അല്ല അവന്റെ എന്താ ഞാൻ വയലിട്ടുണ്ടായിരുന്നു? പറഞ്ഞേ കേക്കട്ടെ. അണ്ടി അവനില്ല. അവന് ആ സാധനം ഇല്ല. രാവിലെ പറഞ്ഞ പാർസൽ എടുത്തിട്ടുണ്ട്. അവനതില്ല. രാവിലെ പാർസൽ എടുത്തിട്ടുണ്ട്. പാർസൽ അതെടുത്ത് വെച്ചിട്ട് വരാൻ പറ. പാർസൽ എടുത്ത് വെച്ചിട്ട് വെക്കാൻ പറ. അവൻ ഇല്ലെന്നാണ് എന്റെ ഒരു ഇത്. പെയിൻ ഇല്ലെന്നാണ് ഇത്. എടാ അവൻ ഇല്ലടാ ഗ്യാങ്ങില്. ഹലോ ഗ്യാങ്ങിലുണ്ടാ? പിന്നെ നീ ടർഫിന്റെ കാര്യമൊക്കെ പറഞ്ഞേ. ഏത് ഗ്യാങ്? ഞാൻ ഉണ്ടായിരുന്നത് ഞാൻ കളിച്ച സമയത്ത് ഞാൻ ഒരു ടർഫ് ജയിച്ചായിരുന്നു. ഇപ്പം ഗ്യാങ്ങിലില്ല. ആണോ? എന്തായാലും നീ ഉണ്ടായിരുന്നപ്പോ ഒരു വാർന്നു പോറ്റായിരുന്നു. എനിക്ക് എന്റെ ദൈവം വന്നിട്ടുണ്ട്. ഹലോ ഹലോ ദൈവമേ. ദൈവം വന്നില്ല. പറ
ഇവിടെ ഒരു കൺഗ്രാറ്റ്സ് പറയാൻ വേണ്ടി എത്ര നേരം കൺഗ്രാറ്റ്സ് ഒരു അച്ഛനാവാൻ സെലിബ്രേറ്റ് ചെയ്യണം. ഗ്യാങ്ങില്ലാത്ത വായ കൂട്ടിയിടാ. എടാ 2-3 ദിവസം മുന്നേ വായ കൂട്ടിയിടാ. ഗ്യാങ്ങില്ലാത്ത കണ്ടി വാ കൂട്ടിയിരും. ഗ്യാങ്ങില്ലാത്ത കണ്ടി വാ കൂട്ടിയിരും. 2-3 ദിവസം മുന്നേ നിന്റെ കൂട്ടത്തിൽ 2 പേരെ അങ്ങ് അടിച്ചു വന്നിരുന്നു. പിന്നെ നമ്മളെ 20 പേരാളെ പേടിച്ചിട്ടാണ് ഓടിപ്പോയെ. എന്റെ കൂട്ടത്തിലോ? ഞാൻ നിന്റെ കൂട്ടത്തിൽ നീ ഒറ്റക്കാണോ? നിന്റെ മുന്നിൽ പുറത്തിറങ്ങടാ. നീ ഗ്യാങ് ഉണ്ടായി വണ്ടി ഉണ്ട്. പുറത്തിറങ്ങ. കുഴപ്പമില്ല. ടോർക്ക് അറിയാൻ കഴിക്കോ? പീപ്പിട്ട് കഴിക്കോ? തൽക്കാലം പീപ്പിയുടെ കഴി കൊടുക്കാം. പാ പീപ്പി പാ. അവന്റെ ആ ഊട്ടക്കകത്തോട്ട് കൈ ഇട്ട് ഇളക്ക്. പാ എന്തായാലും ഗ്ലൗസ് ഇട്ടൊക്കെ പാ. നിനക്ക് ഇതുവരെ ഇതാണ് പുറത്തിറങ്ങടാ. പുറത്തിറങ്ങടാ. സേഫ് സോണിന്റെ പുറത്തിറങ്ങടാ. സേഫ് സോണിനകത്തേക്ക് കണ്ടി. എടാ എനിക്ക് ലാഗാടാ മൈരി. ലക്ഷു എന്താടാ? ലക്ഷു നീ വെപ്പിങ്ങോ വെപ്പിങ്ങോ. എടാ എനിക്ക് ലാഗ് അടിക്കുന്നേ മൈരി. വണ്ടി ഇല്ലാത്ത സാധനം പുറത്തിറങ്ങും. പാമ്പ് മുഖത്തിൽ എടുക്കൂല. അത് പോയി എടുക്കാനല്ലേ പറഞ്ഞേ. ഭയങ്കര പാമ്പ് ശല്യമാണല്ലോ. നീ പിന്നെ പാമ്പ് സൂപ്പർ പുറത്തിറങ്ങും. പുറത്തിറങ്ങ നീ. നിനക്കും കൂടെ ഉള്ള ബാ ഇങ്ങോട്ട് ബാ. എന്ത് ചെയ്തു ബാ പറഞ്ഞുതരാം. ബാ കരയിലടാ അങ്ങനെ. കരയില്ല. കുറച്ച് എണ്ണയും കൂടെ കൊണ്ടുവരും. ഇത്തിരി കൂടെ കുറച്ച് കരയടാ. ബായിങ്ങി ബാ. ബാപ്പന്നല്ലടാ വാന്നാ പറഞ്ഞേ. ബാ ബായിങ്ങിട്ട് ബാ. ഇറങ്ങ എന്തായാലും സീസൺ ഇറങ്ങ. ബാ നീ ഇറങ്ങാന്നല്ലേ പറയാ. ബാ ഞാൻ ജുഗുറു. ഞാൻ ഗ്യാങ്ങ. ഞാൻ ടി വി. അവൻ ടി വി. ബ്രോ സിറ്റിസൺ അല്ലേ? അത് ബ്രോയെ പറഞ്ഞുതരാം. ബാങ്ങി ബാ. സീസണിലിട്ടിറങ്ങ. ബാ നീ സിറ്റിസൺ ബാങ്ങിട്ട് ബാ. സിറ്റിസൺസ് കാണാതെ നമ്മള് വേറെ കളിക്കാൻ പോറില്ല. നമ്മള് സിറ്റിസൺസ് കാണിച്ച് വാഴ കളിക്കാൻ പോറില്ല. നമ്മള് സിറ്റിസൺസ് കാണിച്ച് വാഴ കളിക്കാൻ പോറില്ല. ആ സിറ്റിസൺ ഗ്യാങ്ങിനെ ട്രിഗർ ചെയ്യുമ്പോ ഇത് നിനക്കുള്ള ബാ. ബാ ഇങ്ങോട്ട് ബാ. നിന്റെ ഊത്തണ്ണ പേടിച്ചിരിക്കണ നമ്മളെ പ്രശ്നമല്ലോ. നിന്റെ ഊത്തണ്ണം പേടിച്ചിരിക്കണേ കണ്ടി. മറ്റേ ഊത്തം വെച്ച് മറ്റേ പേടിച്ചിരിക്കണ ഇതല്ലല്ലോ. നീ ടീഫോർട്സ് കക്കൂസ് കഴിക്കൊണ്ടിരിക്കായിരുന്ന. ഞാൻ കേറിയ നമ്മള് ദാമു പിപ്പിയാ കഴിയുന്നേ. പിപിമാനാ കഴിയുന്നേ കക്കൂസ് നമ്മുടെയൊക്കെ. ദാമു പിപി എന്ന് പറഞ്ഞ അവൻ വന്നാ കഴിയുന്നേ. നമ്മുടെ കക്കൂസ് സ്ഥിരം വഴി നക്കി തുടക്കി നാക്ക് കൊണ്ടവൻ. അങ്ങനെ കഴിയുന്നത്. നക്കി തിന്ന. എന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തീട്ടം. എല്ലാം അറിയണോ നിനക്ക്? എല്ലാം അറിയണോ? എല്ലാം അറിയണോ നിനക്ക്? വാ അകത്തോട്ട് കയറി. വാ ഡ്രസ്സൊക്കെ ഉരിക്കോ. ഡ്രസ്സൊക്കെ ഉരിക്കോ. വാ എല്ലാം ഉരിക്കും. ഇല്ല പി ഉണ്ടോ നിന്റെ എടുത്തു തരാം. എന്തെങ്ങനെയാണ്? കേട്ടില്ല. അത് നിന്നെ മറ്റേ ടീഫോർട്സിലെ അമ്മമാരെ കളിക്ക് നാട്ടിൽ കളിക്ക് കൊടുക്കുമ്പോ എങ്ങനെയായിരുന്നു? അങ്ങനെയായിരുന്നു. ഊത്ത് വൈകി കാണാനെ നിന്നെ ഇവിടെ വിളിച്ചാനെ. വാടിച്ചിരിക്കടാ. വിൽക്കുന്ന ആരാന്ന് അറിയാം. അവിടെ കൊറേ നേരം വിക്കിത് കണ്ടായിരുന്നു. ടീറ്റിൽ അടച്ചിട്ട് കരയുന്നുണ്ടായിരുന്നു. ഇത് ഇങ്ങോട്ട്
മിന്നി പോന്നു ഇവിടെ മിന്നി ഇവിടെ 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 എവിടെ ഇങ്ങട് ഇങ്ങട് ആ വരുന്ന അക്കിത്തേക്ക് കാണാം ലോഡിംഗ് ഇഷ്യൂ ഒന്നുമില്ല കേറ് 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 അതിനൊന്ന് എയിമാണ് പേടിക്കാനാ കണ്ണുണ്ടല്ലോ നീ ഗ്യാങ് ഹൗസിലല്ലേ കണ്ണേ സത്യായിട്ട് പറയാ കക്കൂസ് കണ്ടു കേട്ടോ നീ കഴിക്കാ മതി ചൂരിലെടുത്ത് അങ്ങ് അടിക്കുക കഴുകട ആരാ ഫസ്റ്റ് ആരാ ഫസ്റ്റ് പി പി ആണ് ആരാ ഫസ്റ്റ് ആരാ എന്താടാ ലോറി കയറുന്നതല്ല ലോറി സ്ഥലമല്ല ഇത് അങ്ങനല്ല ഇത് എടാ നിന്റെ ഗ്യാങ് ഹൗസ് അല്ല നീട്ട് വന്നിരിക്കാൻ അവിടെ പോയി ഇതെന്താടാ നിന്റെ നിന്റെ ലോറി താവളമല്ല ഇത് നിന്റെ ലോറി താവളമല്ല ഇത് കഴിക്കോ ഇല്ലല്ല അത് നീ ചെയ്തിട്ട് അടിക്കാൻ വേണ്ടി ചൂരിലാണത് ആ കൊച്ചു പിള്ളേർക്ക് ഉള്ളതൊക്കെയാ കൊച്ചു പിള്ളേർക്കില്ലാണെങ്കിൽ അത് നിനക്കാണ് നിനക്കാ എന്റെ വയസ്സ് 26 നിനക്ക് എത്രയാ നിനക്ക് എത്രയാ 18 തികഞ്ഞോ എനിക്ക് സോറി 17 അത് കുറച്ച് കൂടുതലല്ല കുറച്ച് പറ 17 വയസ്സ് സ്വന്തമായിട്ട് അധ്വാനിക്കുന്നു ലോറി കയറിയല്ലേ കാണുന്നില്ലല്ലോ വാശി അടിച്ചിട്ടൊന്നും വരുന്നില്ല ക്ലീൻ സെർച്ച് എന്താ പഠിക്കാൻ പോയിട്ടില്ലേ പഠിക്കാൻ പോണോ ഇല്ലില്ല പി പി ആണ് ഇത് കഴുകുന്ന കാണായിരുന്നു ഡെയിലി ഇവിടെ വന്ന് നക്കി തുടക്കുന്നേ നാക്ക് കൊണ്ടൊക്കെ നീ ഒന്ന് നക്കി നോക്കി ദാവു പി പി ഇവിടെ നക്കി തുടക്കായിരുന്നു കക്കൂസൊക്കെ രാമോപ്പിയുടെ കണ്ടിയുടെ പോലെ ഉണ്ട് കഴുകു കഴുകു നീ ഒരു കണ്ടില്ലേ വേണേ തിന്നോ അത് നീ വേണേ വയലിച്ചത് വയലിച്ചോ ഞാനത് തിന്നാറില്ല ഇല്ല ഇതിപ്പോ പി പി എന്താ 3 നേരം തരണ അവിടെ ഇതായിരുന്നു കൊടുത്തോണ്ടിരുന്നാ പറഞ്ഞേ കണ്ടി ഇങ്ങനെ 3 എണ്ണം ഇങ്ങനെ മുറിച്ച് തരുമെന്നാ പറഞ്ഞേ നിനക്ക് കണ്ടി മീൻസ് കണ്ടിക്കാന്നൊക്കെ കേട്ടില്ല കണ്ടി അത് നമ്മൾ തിന്നാറില്ലല്ലോ ടേസ്റ്റ് എങ്ങനെയാന്ന് അറിഞ്ഞൂടാ അതാ നിന്റെ അവിടെ പോയിട്ട് ദാമു പീപ്പി എടുത്ത് വെച്ചാൽ മതി നീ അവനെങ്ങനെ തിന്നുന്ന കേട്ടോ പിന്നെ ഞാനിങ്ങനെ ദാമു പീപ്പി എത്രത്തോളം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം അത്രത്തോളം നീ നിൽക്കും കഴുകി എന്നെ നിങ്ങൾ പുതിയ അബ്ബാസാക്കോ അങ്ങനെ ആക്കണേ അല്ല അറിയാലോടാ എല്ലാം കാണുന്നുണ്ടല്ലോ നീ ആരാധകനാണോ പിന്നെ ഇതൊക്കെ നമ്മള് കൊറേ കണ്ടതല്ലേ എല്ലാം അറിയുന്നുണ്ടല്ലേ പോൻ പിന്നെ എല്ലാം അറിയില്ലേ നമ്മളിതൊക്കെ എത്ര കണ്ടതാ കണ്ടതാണ് നമ്മൾ കൊറേ ആളൊക്കെ ഏൽപ്പിച്ചല്ലേ സ്വീറ്റ് ഓൾഡ് ഡേയ്സ് ഇന്നിപ്പില്ല സിറ്റിസൺ ആയതിനു ശേഷം ഒക്കെ ഒരു മെമ്മറീസ് ആയിപ്പോയി ഓ പക്ഷെ എല്ലാം കാണുന്നുണ്ടല്ലേ നീ എല്ലാം മീൻസ് എന്ത് കാണുന്നു അല്ല എല്ലാം പറയുന്നുണ്ടല്ലോ എല്ലാം ഇറക്കി വിട്ടോ എല്ലാം പറയുന്നുണ്ടല്ലോ മീൻസ് മനസ്സിലല്ലോ ഒന്നുമില്ല അബ്ബാസ് എന്നാണോ അല്ല പുതിയ അബ്ബാസ് ആക്കുമെന്ന് ചോദിച്ചാ നീ പിന്നെ അങ്ങനെയാണല്ലോ എന്താക്കും നീ പറ എന്താക്കും നമ്മളെന്തോ ആക്കിയത് ഓർമ്മ ശരിയാണെങ്കിൽ വേറെന്തോ ആക്കിയായിരുന്നല്ലോ എന്താക്കി മറന്നുപോയി ശരിയല്ല എന്താണ് ഓർമ്മ ശരിയല്ല എന്താണ് ആക്കിയത് മറന്നുപോയി ബ്രോ എന്തോ എന്താണ് ആക്കിയത് നീ പറ നമ്മൾ എന്താണ് ആക്കിയത് നീ പറ അത് മറന്നു നിങ്ങൾ കക്കൂസ് ചെയ്യിപ്പിച്ചാൽ അബ്ബാസ് ആക്കും പിന്നെ പിന്നെ എന്താക്കാ വേറെ അബ്ബാസിന്റെ പേര് എനിക്ക് അറിയും മറ്റേ നീലത്തൊപ്പിട്ടോന്റെ പേരൊക്കെ അറിയാം ചുവപ്പ് ഒപ്പിട്ടോന്റെ പേരൊക്കെ അറിയണ്ട രണ്ടാളുണ്ടല്ലോ കൈ കടച്ചിലെടുക്കുന്നു ഇല്ലില്ല സമയം നിർത്തിക്കോട്ടെ ഇല്ലില്ല ഇവരെന്താ പറയുന്നേ ഒരു ഫുഡ് തരോ എന്റെ പേരെന്താടാ പറഞ്ഞ നീ എന്റെ പേര് ഷേർസാണ് ഹലോ പറഞ്ഞു ബ്രോ കാണുന്നുണ്ടോ കാണുന്നുണ്ട് ഞാൻ സംസാരിക്കാം ഞാൻ പറയും എടാ ഒന്ന് ഇറങ്ങി കൊടുത്തടാ കക്കൂസിൽ നിന്ന് ഇറങ്ങി കൊടുത്തടാ അവൻ ഹലോ ബ്രോ ഹോസ്റ്റൽ സിറ്റുവേഷനിൽ ഫിയർ കാണിക്കണമെന്നാണ് അപ്പം ബ്രോ ഫിയർ കാണിക്കാതെ
അതിലല്ല സംസാരത്തിൽ തിരിച്ച് അവരെന്റെ അടുത്ത് സംസാരിക്കുമ്പോ സംസാരിക്കുന്നതിന് ആ പറ്റില്ല, രീതി- സംസാരിക്കല്ലേന്ന് പറഞ്ഞപ്പോ ഞാൻ ഉണ്ടായിരുന്നത്. ബ്രോ അതായത് തിയറി സംസാരിക്കല്ലേന്ന് അവരെന്റെ അടുത്ത് പറഞ്ഞില്ല, വാ മുട്ടാൻ പറഞ്ഞ ഞാൻ വാ മുട്ടും. എന്റെ അടുത്ത് അവരങ്ങനെ പറഞ്ഞില്ല. അവരെന്റെ അടുത്ത് കഴുകിക്കോന്ന് പറഞ്ഞ് എന്റെ അടുത്ത് ഓരോ ചോദ്യം ചോദിക്കും, ഉത്തരം പറയട്ടെ. നമ്മുടെ റൂള് പറയാം ബ്രോ. അതായത് ഒരാളെ ഹോസ്റ്റ് എടുത്ത് അതെനിക്കറിയാം, അത് പേടിയോടെ വേണം വ്യക്തമായി എനിക്കറിയാം സംസാരിക്കാൻ. റൂളൊക്കെ. അപ്പം പിന്നെ ആ രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാകും ബ്രോ. ആ ടൈം മനസ്സിലായി എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലായി. ബ്രോയ്ക്കും ഇതുവരെ ബുദ്ധിമുട്ടാകും. ചെയ്തതെന്ന് വെച്ചാൽ അവര് പറയുന്നൊക്കെ നമ്മൾ ചെയ്തായിരുന്നു. അവര് മിണ്ടരുത് എന്ന് പറഞ്ഞാൽ മിണ്ടില്ല. ഇപ്പൊ മിണ്ടരുത് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് തന്നിട്ടില്ലല്ലോ, അപ്പൊ നമുക്ക് മിണ്ടാലോ. മന്ദാരം ബ്രോ പക്ഷെ നമുക്ക് Gang മനസ്സിലാവുന്ന നമ്മളും നമ്മുടേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകും. അപ്പം പിന്നെ ബ്രോയ്ക്ക് അത് ബുദ്ധിമുട്ടാവും. ഇതാക്കരുത്. അല്ല അങ്ങനല്ല ബ്രോ, ഇപ്പൊ അവരെന്റെ അടുത്ത് ഇത് കേൾക്കാൻ പറഞ്ഞു, ഇത് കഴിക്കും. വേണ്ട ബ്രോ, കാണുമ്പോ എനിക്കത് മനസ്സിലാവല്ലോ. അപ്പം ബ്രോ ആ, അതാ. ഹോസ്റ്റേജ് ആയിട്ട് നിൽക്കുവാണ്. ബ്രോ അവർ പറയുന്നത് ചെയ്യുന്നുണ്ട്. പക്ഷെ ഏത് രീതിയിലാന്നുള്ളത് ഞാൻ മണ്ടയ്ക്ക് കാണുന്നുണ്ട്. അങ്ങനെ അപ്പം പിന്നെ ചെയ്യണ്ടെന്നാ നമ്മൾ പറയുന്നത്. അപ്പൊ ശരി, അങ്ങനെ ചെയ്യില്ലേ. എന്താണ് അഡ്മിനു ബ്രോ അങ്ങനെ ഹലോ ചെയ്യില്ലേ. ബ്രോയുടെ പേരെന്താ? എഹിയോ എന്താ? എന്റെ പേര് ഷേർസൺ. പെയിൻ അതാണ് വിളിക്കാം. പെയിൻ ബ്രോ ഷെയർസൺ ആണോ? ഇപ്പൊ തലയിൽ പേരെന്താ ഇങ്ങനെ ഇരിച്ചേക്കുന്നത്? അറിയില്ല, അത് ബ്രോ ഇട്ടുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ. അതെന്താ മാറ്റി മാറ്റി ഇടുന്നേ? മാറ്റി ഒരു വട്ടം മാറ്റില്ല, ഇവിടെ മാറ്റമായിരുന്നു ഉണ്ടായിരുന്നു. ഡിയോജിക്ക് ഒരു ലെറ്റർ കൊടുക്കാണ്ട്, അതും കൂടി ഇല്ല. ഓക്കെ ഓക്കെ ബ്രോ, ഷെയർസൺ അല്ലേ? യെസ്. ഷെയർസൺ ഓക്കെ ബ്രോ. അപ്പം ബ്രോ മാന്യമായിട്ട് ഒരു TRP എങ്ങനെയാണോ അതുപോലെ രീതി ചെയ്യും. അല്ലെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാകും, ബ്രോയ്ക്ക് പിന്നെ അത് ബുദ്ധിമുട്ടാകും. അപ്പൊ അത് ആ ബുദ്ധിമുട്ടോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ബ്രോ മണ്ടയ്ക്കുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾ ചെയ്തോ നിങ്ങളുടെ പരിപാടി. കഴിക്കടാ. മൊബി വാ മൊബി. വാശി വരുന്നില്ല. സോറി, മൈ ബാഡ്. മോബി ആ ഹലോ അഡ്മിനെ ഉണ്ടോ? അഡ്മിൻ ഹലോ. എന്ത് തെറ്റി? പറഞ്ഞ ബ്രോ എന്ത് എങ്ങോട്ട് വരും? ഏത് ഡോറ് തോന്നണ്ടാ അഡ്മിനെ? ഇപ്പൊ ടൈം റീസ്റ്റാർട്ട് ചെയ്തോളൂ. ഞാൻ തൊട്ടല്ല. അല്ല ഇത് കുറെ നേരമായി ഇത് തന്നെ. ബ്രോ നമ്മളത് നോക്കുന്നു. നമ്മൾ പറയട്ടെ. വാ വാ കേറി വാ. എനിക്ക് കയറാൻ പറ്റുന്നില്ല. കയറി അടിക്കാം. ആ വാ. അടി കിടക്കുന്നത് ഇത് ഇവൻ അവിടെ ഇരിക്കും. എന്തോ പറ്റി? വാ, അകത്തുണ്ട്. മൊബി വാ വാ. മോബിക്ക് പ്രിയപ്പെട്ട ഒരു ഇവിടെ ഉണ്ട്. എന്താ സിറ്റുവേഷൻ? എന്തോ തിരുത്തി കൊണയെന്ന് ഞാൻ പറഞ്ഞേ. പിന്നെ അവിടെ പൊട്ടൻ കൊണ അണ്ണനെയൊക്കെ പറഞ്ഞവൻ. പെയിൻ കുറച്ച് ബാക്കിലോട്ട് ബാക്കിലോട്ട് വാ. ഗ്യാങ് ഹൗസ് മറ്റേ ലോഗോനെ എടുത്തുക. എല്ലാ ഉറക്കത്തിന്ന് വന്നേക്കോ അല്ലയോ? മോബി എടുത്തോളൂ. ഗ്യാങ്ങിലുണ്ടായിരുന്ന കണ്ടുകൾക്ക് സിറ്റിസൺ ആയി കഴിഞ്ഞാല് സോറി. മന്ദാരം എല്ലാവരും അറിയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഫാൻ ബോയ് കേട്ടോ. നമ്മള് കഴിക്കുന്നവരെ അബ്ബാസാക്കും വേറെ ആക്കും. പിന്നെ അതൊക്കെ ആള് ഇങ്ങോട്ട് പറയുന്നുണ്ട്. ഞാനാണ് പുതിയ അബ്ബാസ് എന്നൊക്കെ. ബാക്കില് പറയില്ല, അവൻ ഓടും. നിക്കോൻ പറഞ്ഞ അനുസരിക്കുന്നവനാ. എന്ത് പറഞ്ഞ അനുസരിക്കും. നീ അവനെടുത്ത് അവൻ നേരെ ഗ്യാങ് ഹൗസിൽ വന്ന് കുനിഞ്ഞു നിന്നടാ. എന്താ ചെയ്യണെന്ന് പറഞ്ഞ നേരെ കുനിഞ്ഞു നിന്ന്. മോബി എന്താന്ന് വെച്ചാ ആർക്കൊക്കെ എന്തൊക്കെ ചെയ്യിപ്പിക്കാനുള്ളതൊക്കെ ചെയ്യിപ്പിച്ചോടാ. ഇവനെ കൊണ്ടേ മറ്റേ ഇത് പറപ്പിക്കണേ. അണ്ണന്റെ പേര് വെച്ച് സോറി. അത് വേണോ? അവനെ കൊണ്ട് പറയിപ്പിച്ചത് മറ്റേ ഇവനെ കൊണ്ട് ചെയ്തില്ല. മറ്റേ ഈ മറ്റേ ഫേക്ക് മറ്റേ അപ്പാപ്പനെ ഫേക്ക് അവനാ. അതേമാതിരി ഇവനെ കൊണ്ട് ഈ നിർത്തി കയറൗണ്ട്. നിർത്ത് മറ്റേ ഇതിട്ടെ സ്പൈഡർമായിട്ട് ഇരുന്നേ. അല്ല കുനിഞ്ഞിരിനി. കുറച്ചു മുമ്പ് തന്നെ എന്താടാ ചുണ്ടൊക്കെ അങ്ങനെ വലുതായിരിക്കുന്നു? അങ്ങനെ തന്നെ തിരിഞ്ഞിരിക്കാനേ. എന്താണ് ഇത്? പരിപാടിയല്ല നീ പരിപാടിയല്ല. അവിടുത്തെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കുണ്ടന്മാരല്ല കേട്ടോ. നിന്നെ പോലെ
അന്ന് എത്ര മതി എത്ര നല്ല ശീലം ഉണ്ടെന്ന് തോന്നില്ല. എന്താ വെച്ചാ പറയിപ്പിച്ചു ചുണ്ടൊക്കെ വലുതേ ഇരിക്കുന്ന എടുത്തിട്ട് വന്നാണോ? വലിപ്പം ചെറുപ്പൊക്കെ ഉണ്ടാവും. ഞാൻ കണ്ടിട്ടുള്ളത് ചിലവർക്ക് ഇടുപ്പ് കൂടുതലുള്ളവർക്ക് വലിപ്പ. ഇടുപ്പ് മീൻസ് ഹിപ്പാണോ? ആ കൊള്ളാം ചെറിയ കൊള്ളാം കിട്ടില്ല പശുരുത് മനസ്സിലാവില്ല മോനെ. ഇച്ചിരി വളരാനുണ്ട് ഇനിയും. അതാ അതാ കൂടെ കുറച്ചുകൂടെ മുളയ്ക്കാറുണ്ട്. അതാ അതാ കിളിക്കാൻ സമയമുണ്ട് ഇനിയും. ഇപ്പം കുറച്ചുകൂടെ പ്രായം കുറവല്ലേ? അതാ പ്രായം കുറവല്ലേ? ഞാൻ പറഞ്ഞതാ. സോറി വാസവണ്ണ, ഇനി ഞാൻ അങ്ങനെ പറയത്തില്ല. സോറി വാസവണ്ണ, ഞാൻ അങ്ങനെ പറയത്തില്ല. മര്യാദക്ക് നീ പറ, മര്യാദക്ക് നീ പറ കേട്ടോ. രാത്രി പണി ഇവിടെ വേണ്ട. സോറി വാസവണ്ണ, ഇനി ഞാൻ അങ്ങനെ പറയത്തില്ല. പോരാ കേട്ടോ, പോരാ. നീ നോർമലി സംസാരിക്കും. കുറച്ച് മുമ്പ് ബോബിയുടെ സംസാരിച്ച പോലെ സംസാരിക്കും നീ കേട്ടോ. വാസവണ്ണ സോറി, ഇനി ഞാൻ അങ്ങനെ പറയത്തില്ല. എന്തിനാണ് ഇങ്ങനെ പിടിക്കുന്നത് നീ? നീ നോർമലി എന്തെങ്കിലും സംസാരിച്ചേ? വാസവണ്ണ സോറി, ഇനി ഞാൻ അങ്ങനെ പറയത്തില്ല. അത് നീ ഒരു 20 വട്ടം പറ. വാസവണ്ണ സോറി, ഇനി ഞാൻ അങ്ങനെ പറയത്തില്ല. വാസവണ്ണ സോറി, ഇനി ഞാൻ അങ്ങനെ പറയത്തില്ല. വാസവണ്ണ സോറി, ഇനി ഞാൻ അങ്ങനെ പറയത്തില്ല. വാസവണ്ണ സോറി, മാസാക്കാൻ നോക്കുവാണ്. മതി മതി. ഫുള്ളാന്ന് പറഞ്ഞ വെള്ളം മറ്റേ രണ്ടും ഫുഡ് അടിച്ചത്. ഒരു കണ്ടി നിൽക്കുന്നത് കണ്ടി. ഇനി മറ്റേ അടുത്ത് അവനെ മൊത്തത്തിൽ കണ്ടി, പിന്നെ മുഖത്ത് കണ്ടി ആവാണ്ടിരിക്കും. വികാരം വേണ്ട, വികാരം വേണ്ടേ? സോറി, അത് ഉള്ളി തട്ടി പറഞ്ഞാണ് റിഗ്രറ്റ് അടിക്കുന്നത്. വാസവണ്ണനെ കുറിച്ച് പറഞ്ഞോണ്ട് തട്ടണ്ട തട്ടണ്ട. അല്ല അത് വാസവണ്ണ സോറി. ആ ലൈൻ ഒന്ന് പറ. വാസവണ്ണ സോറി, ഇനി അങ്ങനെ പറയത്തില്ല. വാസവണ്ണ സോറി, ഇനി ഞാൻ അങ്ങനെ പറയത്തില്ല. വാസവണ്ണ സോറി, ഇനി ഞാൻ അങ്ങനെ പറയത്തില്ല. വാസവണ്ണ സോറി, ഇനി ഞാൻ അങ്ങനെ പറയത്തില്ല. വാസവണ്ണ സോറി, ഞാൻ അങ്ങനെ പറയത്തില്ല. വാസവണ്ണ സോറി, ഇനി ഞാൻ അങ്ങനെ പറയത്തില്ല. വാസവണ്ണ സോറി, ഇനി ഞാൻ അങ്ങനെ പറയത്തില്ല. വാസവണ്ണ സോറി, ഞാൻ അങ്ങനെ പറയത്തില്ല. ആയില്ലേ? അല്ല സോറി 18. വാസവണ്ണ സോറി, ഇനി ഞാൻ അങ്ങനെ പറയത്തില്ല. വാസവണ്ണ സോറി, ഇനി ഞാൻ അങ്ങനെ പറയത്തില്ല. എടാ ഗോകു എന്താന്ന് വെച്ചാ ചെയ്യിപ്പിച്ചോടാ. ഒന്നും ചെയ്യിപ്പിക്കാണ്ട് അവനെ അങ്ങ് ഊക്കി വീടാലയാ. എടാ നീ മറ്റേ ഈ മോട്ടർ ഉണ്ടല്ലോ, അതിലൊരു മറ്റേ ഒരു ബോങ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. ഇമോട്ട് ഇടിപ്പിക്കണ്ട. മുച്ചിരി നിന്റെ ആരല്ലോ ഇത്? ഏതാ ഇത് ശ്വാസകോശം അല്ല, മുച്ചിരി ഇവ അതെനിക്കറിയട്ടെ. ഞാൻ ഊത്ത് ഞാൻ ഇവിടെ ഒപ്പിക്കാനേ. ഊത്ത് എന്ന് പറഞ്ഞ ഏകദേശം സാധനം അത് മാത്രമേ ഉള്ളൂ. ഊത്ത് വായിൽ വെച്ച് കൊടുക്കണ്ട. ഞാൻ എന്താ പറഞ്ഞ സാധനം വേണ്ട, സാധനം വേണ്ട, അത് മാത്രമുള്ള വായിൽ വെക്കുന്നത്. ഇല്ല സിറ്റിസണാ. അത് പോകുന്നു. പിന്നെ എന്ത് കാര്യം? ഇവൻ കൊടച്ചായിരുന്നു ടർഫിന്റെ കാര്യം അണ്ണനെയൊക്കെ പറഞ്ഞത്. ഇവനറിയ ഇവൻ മുമ്പത്തെ കാര്യൊക്കെ പറഞ്ഞേ. ടർഫ് തോറ്റില്ലായിരുന്നു അതൊക്കെ പറഞ്ഞു. അത് പ്രശ്നല്ലേ? അത് അറിയില്ല എനിക്ക്, വലിക്കുമ്പോ അറിയാം. അവനെ കൊന്ന് കത്തിച്ചു വിട്ടേക്കറേ.